Modern Literary Theory, Poststructuralism, recording number 7. We have been talking about deconstruction, poststructuralism, major aspects, depth of the author വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയുള്ള പാർട്ടിൽ പറയാൻ പോകുന്നത് the 20th century these centers were destroyed or eroded എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടാണ് തുടങ്ങുന്നത്. അതായത് സെൻറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഡീകൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് വരുന്നത്. സെൻറ്റേഴ്സിനെ ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വൺ പർട്ടിക്കുലർ സെൻറ്റർ എന്ന് പറയുന്ന നോഷനെയാണ് ഇവർ ചലഞ്ച് ചെയ്യുന്നത്. സോ ഇൻ ദിസ് റിഗാർഡ് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ഇങ്ങനെ ഷെയ്ക്കിംഗ് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ആർ നോട്ട് ദാറ്റ് ഫിക്സ്ഡ് ഓർ സ്റ്റേബിൾ എന്ന് പറഞ്ഞ നോഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത്, ദോസ് വർ ഡിപ്പെൻഡൻ്റ് അപ്പോൺ സെർട്ടൈൻ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. അതൊരു 4 പോയിൻറ്റ്സ് ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ്, ഇറ്റ് വാസ് അബൌട്ട് ദ ഫസ്റ്റ് വേൾഡ് വാർ ഇറ്റ് സെൽഫ് ദാറ്റ് ഡിസ്ട്രോയ്ഡ് ദ ഇല്യൂഷൻ ഓഫ് സ്റ്റഡി മെറ്റീരിയൽ പ്രോഗ്രസ്. STEADY സ്റ്റഡി മെറ്റീരിയൽ പ്രോഗ്രസ്. അതായത് അതുവരെയും, അതായത് മറ്റ് കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ള അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞ നോഷനെല്ലാം പിന്നെ വരുന്നതാണ്. അന്നാണെങ്കിൽ വെസ്റ്റേൺ സിവിലൈസേഷൻ ഒഴികെ ബാക്കിയെല്ലാം ഒരു തരത്തിൽ ഇനാക്റ്റീവാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രോഗ്രസ് ഒന്നും പറയാനില്ലെങ്കിലും വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ സിവിലൈസേഷൻ വാസ് ഇൻ ദ മോഡ് ഓഫ് സ്റ്റഡി പ്രോഗ്രസ്, കൈൻഡ് ഓഫ് വളരെ ലീനിയർ, വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്രോഗ്രസ്സാണ്. വെദർ ഇറ്റ് ഈസ് അബൌട്ട് ദെയർ ഇൻഡസ്ട്രീസ്, എക്കണോമി, പൊളിറ്റിക്സ്, ഏത് ഭാഗത്ത് നോക്കിയാലും അവർ ആ രാജ്യങ്ങൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. സോ ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ ദിസ് വാസ് ഡിസ്ട്രോയ്ഡ്. ഇതൊരു ഇല്യൂഷൻ മാത്രമാണ്, അങ്ങനെ ഒന്നിനും ഷെയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമല്ല വെസ്റ്റേൺ സിവിലൈസേഷനും എന്ന് പറയുന്നിടത്ത് ഏറ്റവും വലിയ സെൻറ്ററാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഷെയ്ക്ക് ആവുന്നത്, അല്ലെങ്കിൽ ക്വിസ്റ്റ് ഉണ്ടാവുന്നത്. Then next was about the Holocaust. Second point, it is about the Holocaust that destroyed the notion of Europe as the source and the center of human civilization. Holocaust വരുമ്പോൾ ആസ് വിത്ത് എനി അതർ നേഷൻ, നമ്മളിതൊക്കെ ഇതുവരെ കേട്ടിട്ടേ ഉള്ളെങ്കിൽ now in the context of COVID-19 we can see what is happening in every part of the world. അന്ന് ഇമ്പീരിയലിസത്തിൻ്റെയും കൊളണൈസേഷൻ്റെയും കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഇന്നും ഫ്ലാഗ് ഇൻഡിപെൻഡൻസ് ആയിട്ട് റിട്ടേൺഡ് ആയിട്ട് മറ്റ് രാജ്യങ്ങളെ ഇൻ വൺ വേ ഓർ അതർ ഇൻവിസിബിളി ഓർ വിസിബിളി കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഇമ്പീരിയലിസം അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ. അപ്പം അവർ എവ്രി കൺട്രി, എവ്രി നേഷൻ ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ് വിത്ത് കൈൻഡ് ഓഫ് ഹോളോകോസ്റ്റ്. ഈ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും എപ്പിഡമിക്സ് ആവട്ടെ, യു മൈറ്റ് ഹവ് സീൻ ലൈക്ക് ഇൻ ഈച്ച് 100 ഇയർ ഇപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ഇല്യൂഷണറി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മിത്ത് മേക്കിംഗ് സ്റ്റോറീസ് അല്ല. സീ വാട്ട് ഹാപ്പൺ ബിഫോർ 100 years ആൻഡ് ഈവൻ ബിഫോർ ദാറ്റ് 100 years ഇന്ന് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദ നോഷൻ ഓഫ് യൂറോപ്പ് ആസ് ദി സോഴ്സ് ഓഫ് സെൻറ്റർ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. അപ്പോൾ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എങ്ങനെയൊക്കെ പിന്നെ രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഹൗ ദേ ഓൾസോ ഗെറ്റ് ഷേക്കൺ എന്നുള്ള ആ ഒരു റിയലൈസേഷനിലേക്കാണ് വരുന്നത്. ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് അബൌട്ട് ദ സയൻറ്റിഫിക് ഡിസ്കവറീസ്. അവിടെയാണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോഷൻസ് ചലഞ്ചഡ്. അത് നോഷൻ ഓഫ് റിലേറ്റിവിറ്റി ഡിസ്ട്രോയ്ഡ് ദ ഐഡിയ ഓഫ് ടൈം ആൻഡ് സ്പേസ് ആസ് ഫിക്സഡ് ആൻഡ് സെൻട്രൽ ആബ്സല്യൂട്ട്സ്. അവിടെ റിലേറ്റിവിറ്റി തിയറിയൊക്കെ വരുമ്പോൾ എന്താണ്, ഡിസ്ട്രോയ്ഡ് ദ ഐഡിയ ഓഫ് ടൈം ആൻഡ് സ്പേസ്. എങ്ങനെയാണ് ടൈം സ്പേസ് ഐഡിയാസ് ചലഞ്ചഡ് ആവുന്നത്? അതായത് ഒരു ടൈം ഫിക്സ്ഡ് ആണ്, സ്പേസ് ഫിക്സ്ഡ് ആണ്. അതായത് നമ്മളീ പറയും ഇപ്പം എങ്ങനെയാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ദ പർട്ടിക്കുലർ നോഷൻ, ദ എക്സാക്ട് നോഷൻ കംസ് ഫ്രം ദി വെസ്റ്റ് എന്ന് പറഞ്ഞത് ഭൂമിയുടെ ഒരു പർട്ടിക്കുലർ സ്പേസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വെസ്റ്റാണ്, നിങ്ങൾ ഈസ്റ്റാണ് എന്ന് ഓൾറെഡി അവരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി വി ആക്സെപ്റ്റഡ് ആൻഡ് വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇപ്പോൾ ഈ പറയുന്നിടത്താണ് സയൻറ്റിഫിക് ഡിസ്കവറീസിൽ ടൈമൊക്കെയും റിലേറ്റീവ് കോൺസെപ്റ്റ് മാത്രമാണ്, സ്പേസ് റിലേറ്റീവ് കോൺസെപ്റ്റാണ്. നമ്മൾ പ്രിപ്പൊസിഷൻസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബുക്കിൻ്റെ മേലെ ഞാൻ പെന്ന് വെച്ചിട്ട് പെൻ ഈസ് ഓൺ ദി ബുക്ക്,
പെൻ ഈസ് അണ്ടർ ദി ബുക്ക് എന്ന് നെക്സ്റ്റ് അതിൻ്റെ താഴെ. അപ്പോൾ അതിൽ പ്രിപ്പസിഷൻ എന്ന് പറയുന്ന നോഷൻ അത് സെൻറ്ററായിട്ട് ഓൺ തന്നെയാണ് എപ്പോഴും, അല്ലെങ്കിൽ ഇന്നടുത്ത് ഇന്നത് തന്നെ വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് പൊസിഷനനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന ഐഡിയ മാറുന്നുണ്ട്. അതുപോലെ അത് വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഇപ്പം വെച്ചാൽ റിലേറ്റീവായിട്ട് എങ്ങനെയാണ്, അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പം സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഗേറ്റ് ആവണമെന്നില്ല, അതിൻ്റെ അടുത്ത് വേറൊരു ഗേറ്റ് ഉണ്ടെങ്കിൽ അനദർ പേഴ്സൺ മേ തിങ്ക് ലൈക്ക് ആ ഗേറ്റിൻ്റെ അടുത്തായിരിക്കും. സി മെനി എ ടൈംസ് ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ ടൈമിൽ നമ്മളിപ്പം ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൻ്റെ മുന്നിൽ ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ആമസോൺ ഡെലിവറി സർവീസ് പോയിട്ടുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ നോഷൻ എന്താ, ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുക. അപ്പോൾ അത് ഓൾറെഡി ഞാൻ അവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നടുത്താണ് ഏകദേശം അവർ ആ സ്പേസിലേക്കായിരിക്കും വരിക. അതിനു മുന്നേ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ഗേറ്റ് അവിടെ ഉണ്ടെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. സോ ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ നോഷൻ്റെ സെൻട്രൽ ഐഡിയയാണ് ദ അതർ പേഴ്സൺ അത് റിലേറ്റ് ചെയ്തിട്ട് അത് മാറുന്നത്. വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഹി തിങ്സ് അബൌട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി, ബിക്കോസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരിക്കും ചിലപ്പോൾ അയാൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെയായിരിക്കും കൂടുതൽ അറിയുണ്ടാവുക. അതേസമയം ഞാൻ ഓൾറെഡി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്, പക്ഷേങ്കിൽ നെക്സ്റ്റ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് എനിക്ക് സെൻറ്റർ നോഷനായിട്ട് തോന്നുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് മാത്രം പറഞ്ഞു. അവിടെ എന്ത് ചെയ്തു, ദ കോൺസെപ്റ്റ് ഇൻ എ വേ ഇറ്റ് ഈസ് മിക്സ്ഡ് അപ്പ് ആൻഡ് മെസ്ഡ് അപ്പ്. ഇതേപോലെ ഈ സയൻറ്റിഫിക് ഡിസ്കവറീസ് വന്നതിന് ശേഷം ഈ രണ്ട് നോഷൻസും ഭയങ്കരമായിട്ട് ചലഞ്ചഡായി. ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ടൈം സ്പേസ് റിലേഷൻസ് എങ്ങനെ ഒരാളുടെ തിങ്കിങ്ങിനെ അപേക്ഷിച്ചിട്ടിരിക്കും മറ്റൊരു നമ്മളെ ടൈമും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഒന്നും വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്കിപ്പം ടൈമിൻ്റെ നോഷൻ പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം എക്സാം ഹാളിൽ ഒരുപാട് എഴുതാനുണ്ട് വിചാരിക്കും. ഒരാൾ നന്നായിട്ട് പഠിച്ചിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് പേഴ്സൺ കംസ് ടു അറ്റൻഡ് ദി എക്സാമിനേഷൻ ഹൈലി പ്രിപ്പയർഡ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക, ഈ പറയുന്ന 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഇപ്പം ജാമിയ ഹംദർദിലുള്ള എവറി സ്റ്റുഡൻറ്റ് ഗെറ്റ്സ് ദ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ വൺ പർട്ടിക്കുലർ എക്സാമിനേഷൻ. അവർ ഈ പറയുന്ന ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് കുറേ എഴുതാനുണ്ട് എന്നുള്ളൊരു കുട്ടിക്ക് എന്ത് തോന്നും, 3 മണിക്കൂറൊന്നും പോരാന്ന് തോന്നും. അപ്പോൾ ആ റിലേറ്റീവ് ടൈം എന്താണ്, ഇറ്റ്സ് എ ഫീലിംഗ് നമുക്ക് ടൈം അത് തീരുന്നത് വേഗം പോകുന്നു തോന്നും. അതേസമയം ഒന്നും പഠിച്ചിട്ടില്ല ഒരാൾ, തീരെ പ്രിപ്പയർഡ് അല്ലാണ്ടാണ് വന്നത്. ആ പറയുന്ന ആൾക്ക് 1 hour യു ക്യാൻ ഗോ ഔട്ട് ഓഫ് ദി എക്സാമിനേഷൻ ഹാൾ ഇഫ് യു ഹാവ് ഫിനിഷ്ഡ് ഓഫ് ദി എക്സാം എന്ന് ഇഫ് ദ എക്സാമിനർ ടെൽസ് യു ഫീൽ ലൈക്ക് ഈ 1 hour ആവുന്നില്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ടൈം സ്പേസ്. ഇതെല്ലാം റിലേറ്റിവിറ്റി തിയറി എന്നൊക്കെ പറഞ്ഞ് ഇവർ സയൻറ്റിഫിക്കലി ഡിസ്കവർ ചെയ്തപ്പം ആ നോഷനാണ് ടൈം ഈസ് ഫിക്സ്ഡ്, സ്പേസ് ഇസ് ഫിക്സ്ഡ്. ഞാൻ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ചിന്തിക്കാൻ ഉള്ള പൊസിഷൻ ഇല്ല, അല്ലെങ്കിൽ സ്പേസ് അവിടെ ഇല്ല എന്ന് വിചാരിക്കുന്നതൊക്കെയും ഇവർ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇതാണ് സയൻറ്റിഫിക് ഡിസ്കവറീസ് ഈ പറയുന്ന ദാറ്റ് ഈസ് ചലഞ്ചിങ് ദ നോഷൻ ഓഫ് സെൻറ്റേഴ്സ്. നെക്സ്റ്റ് 4th പോയിൻ്റാണ് ഇൻ്റലക്ച്വൽ ഓർ ആർട്ടിസ്റ്റിക് റവല്യൂഷൻസ്. അതായത് മോഡേണിസം ഇൻ ദ ആർട്സ്. ലൈക്ക് നമുക്കറിയാം മോഡേണിസം ഈ പറയുന്ന പോസ്റ്റ് മോഡേണിസത്തിൻ്റെ അത്രയൊന്നും ഫ്രാഗ്മെൻറ്റേഷനൊന്നും അത് സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് അത്രയും റാഡിക്കൽ അല്ലെങ്കിലും അവർ തന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ ആർട്സ് they began experimenting with the techniques of arts or experimenting with the various forms of arts, you know. അത് എന്തായാലും നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊരാൾ, അതായത് മോഡേണിസം ചെയ്തത് അത് ലാമെൻറ്റ് ചെയ്തുകൊണ്ടാണ്. മറ്റേവരത് വളരെ സെലിബ്രേറ്റിംഗ് മൂഡിൽ ചെയ്തു എന്ന് മാത്രമേ പോസ്റ്റ് മോഡേണിസമായിട്ട് വലിയ ഡിഫറൻസ് പറയാനുള്ളൂ. അപ്പം പോസ്റ്റ് മോഡേണിസത്തിൻ്റെ എല്ലാ രീതികളെയും നമുക്ക് ഡീകൺസ്ട്രക്ഷൻ പോസ്റ്റ് സ്ട്രക്ചറലിസവുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റണം. സ്ട്രക്ചറലിസവും മോഡേണിസവും കണക്ട് ചെയ്യാൻ നിൽക്കണ്ട. പക്ഷേ പോസ്റ്റ് സ്ട്രക്ചറലിസവും പോസ്റ്റ് മോഡേണിസവും ഹൈലി ഇൻ്റർ കണക്റ്റഡ് ആണ്. പോസ്റ്റ് മോഡേണിസം ഈസ് സ്റ്റിൽ യെറ്റ് ടു കം. നമുക്കറിയാം പോസ്റ്റ് മോഡേണിസത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം, എത്രമാത്രം സെലിബ്രേറ്റിംഗ് മൂഡാണ് അവർ. ഇപ്പോൾ ഇതൊരു തരത്തിൽ എന്താണ്, ഫ്രീഡം ഓറിയൻറ്റഡ് ആണ്. പോസ്റ്റ് മോഡേണിസം ഫ്രീഡം ഓറിയൻറ്റഡ് ആണ്. ഈ ആർട്ടിസ്റ്റിക് റവല്യൂഷൻസ് ഒക്കെയും ഇൻ ദ വിത്ത് മോഡേണിസം ഇറ്റ്സെൽഫ് ഇറ്റ് കെയിം in the first 30 years of the century, rejected central absolutes as harmony in music, chronological sequence in narrative, representation of visual world in arts. അപ്പം ഇങ്ങനെയുള്ള കുറേ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ നമുക്കായാലും എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് തോന്നിയിട്ടുള്ള ചില നോഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഹാർമോണിയസ് മ്യൂസിക്കിൽ വളരെ ഹാർമോണിയസ് ആയിരിക്കണം. കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് സോങ്സ് ഇൻ മൂവീസ്, ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാരണം പണ്ടൊക്കെ ഒരു ടൈം പീരീഡ് വരെയും
ഒരു കോണ്ടെക്സ്റ്റിൽ ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ മാച്ചിങ് ആയിരിക്കും നമുക്ക് വരുന്ന മൂവിയിൽ വരുന്നതായാലും സോങ്സ് എല്ലാം. ഇന്ന് നമുക്കതൊന്നുമില്ല. വൈ ഡിഡ് ദേ ഇൻകോർപ്പറേറ്റ് ദിസ് സോങ് ഹിയർ എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവൊന്നുമില്ല. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇൻക്വയറി ജസ്റ്റ് വാണ്ടഡ് 5 or 6 songs in the movie, so found a slot for that, എന്നിട്ട് അവിടെ ചെയ്തു. അത്രയേ വരും. അതിൻ്റെ അപ്പുറം നമുക്കതിനെ ഒരു തരത്തിലും ആ കോണ്ടെക്സ്റ്റുമായിട്ട് ചിലപ്പോൾ മാച്ച് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അതിന് പറ്റിയ പാട്ടുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പാടിയതാണ്. കാരണം പാട്ടെന്താണ്, അത് പറഞ്ഞ പോലെ അതെന്താ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു നോഷൻസ് ഉണ്ടായിരുന്നു സെൻറ്റർ ഓറിയൻറ്റഡ്. സെൻറ്റർ പക്ഷേ ഈ ഫിക്സേഷൻസ് ഒക്കെയും സെൻറ്ററിന് പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സെൻറ്ററിന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിലൊന്ന് ഇതാണ് സെൻട്രൽ ഹാർമോണിയം മ്യൂസിക്, ക്രൊണോളജിക്കൽ സീക്വൻസ് ഇൻ നറേറ്റീവ്. എവിടെയെങ്കിലും ഇന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് വേണമെന്ന് ആരും ഇന്ന് വാശി പിടിക്കുന്നില്ല. എസ്പെഷ്യലി മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ റൈറ്റിങ്സ്, അല്ലെങ്കിൽ ആ രീതി അവർ ഒരു തരത്തിൽ അതിനെ അംഗീകരിക്കുന്നില്ല. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ടെക്നിക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഈ ക്രോണോളജിയൊക്കെ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ക്രോണോളജിക്കൽ സീക്വൻസ്, ഹാർമോണിയൻ മ്യൂസിക്, റെപ്രസെൻറ്റേഷൻ ഓഫ് വിഷ്വൽ വേൾഡ് റിയലിസം മാത്രം കാണിക്കണം എന്നൊക്കെയുള്ള വാശികളൊക്കെയും ഈ സെൻറ്റർ എന്ന് പറഞ്ഞ നോഷൻ ഫിക്സ്ഡ് ആണ്, അല്ല റിലേറ്റഡാണ്. ഇതെല്ലാം ഇവരെന്ത് ചെയ്യുവാണ്, എടുത്തങ്ങോട്ടേക്ക് എറിയുവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുക, അല്ലെങ്കിൽ ഈ സെൻറ്റർ നോഷനെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത 4 മേജർ പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഒന്ന് ഫസ്റ്റ് വേൾഡ് വാർ, ദെൻ ദ ഹോളോകോസ്റ്റ്, സയൻറ്റിഫിക് ഡിസ്കവറീസ് ആൻഡ് ദ ഇൻ്റലക്ച്വൽ ഓർ ആർട്ടിസ്റ്റിക് റവല്യൂഷൻസ്. അതാണ് 4 പോയിൻറ്റ്സ് പഠിക്കാനുള്ളത്, ഓർമ്മിക്കാനുള്ളത്. ഓക്കെ. So in the resulting universe of deconstruction, no absolutes or fixed points. Absolute എന്ന് പറഞ്ഞ ഐഡിയ ഓർമ്മിക്കുക. നമ്മളെപ്പോഴും പറയും ആർ യു ഷുവർ, യെസ് അബ്സല്യൂട്ട്ലി റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ് പറയുന്ന കാര്യത്തിൽ. അബ്സല്യൂട്ട്ലി റൈറ്റ്, അബ്സല്യൂട്ട്ലി ഫ്രീ എന്നൊക്കെ പറയുന്നിടത്ത് എന്താ, നമ്മൾ പറഞ്ഞ പോയിൻറ്റിൻ്റെ അപ്പുറം ഇപ്പുറം ക്വസ്റ്റ്യനിങ് ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു ഡൗട്ടില്ല. അങ്ങനെയുള്ള ഒരു സംഭവം ഇനി എക്സിസ്റ്റിംഗ് അല്ല എന്നാണ് ഡീകൺസ്ട്രക്ഷൻകാർ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, അല്ലെ അബ്സല്യൂട്ടായിട്ട് ഇതാണ് ആ നോഷൻ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല, അല്ല ഇതാണ് ഇൻറ്റർപ്രിട്ടേഷൻ, ദർ ഇസ് നോ അതർ ഇൻറ്റർപ്രിട്ടേഷൻ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ റേസ് ചെയ്യുന്നതാണ് ഫിക്സഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ നോഷൻസ് ഒന്നുമില്ല, അങ്ങനെ ഫിക്സഡ് പോയിൻ്റ് ഒന്നുമില്ല. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് ഇൻറ്റർപ്രിട്ടേഷൻ, another person can come up with other interpretations, that's all. So the universe we live in is decentered or inherently relativistic. ഇതുവരെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഐഡിയ. അതായത് ഇതുവരെയും തന്നെ റിലേറ്റിവിസ്റ്റിക് ആയിരുന്നു. മൂവ് ചെയ്യുന്ന ട്രെയിനിനെ ഒക്കെ പറഞ്ഞിട്ടാണ് റിലേറ്റീവ് തിയറി ഇവർ പറയുക. അതായത് പിന്നെ ഇപ്പം പുറത്ത് നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ചിട്ട് ആ പറയുന്ന ട്രെയിൻ മൂവിങ് ആണ്. ഉള്ളിലിരിക്കുന്ന ഒരാളെ അപേക്ഷിച്ചിട്ട് ട്രെയിൻ മൂവ് ചെയ്യുന്നത് ചിലപ്പോൾ അറിയാത്ത ഒരു സിറ്റുവേഷൻ. പക്ഷേ അതുപോലെ നമുക്ക് ചിലപ്പം ഓടുന്ന വാഹനത്തിലിരിക്കുമ്പം പിന്നെ ഈ പറയുന്ന മരങ്ങളും ചെടികളും പുറത്തുള്ള എല്ലാ സീനറിയും ഇങ്ങനെ പിന്നോട്ട് പോകുന്നൊക്കെ അനുഭവം ഉണ്ടാവും. ഇതെല്ലാം വെച്ചുകൊണ്ടെങ്ങനെയാണ് ഈ പറയുന്ന റിലേറ്റീവ് തിയറിയിൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സയൻറ്റിഫിക്കലി ആ പറയുന്ന അത്രയും ബേസ് വെച്ച് പറയാൻ പറ്റൂലെങ്കിൽ ഇതൊക്കെയാണ് ഇവരുടെ. അപ്പോൾ അത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് നോഷൻ അല്ല. ഒരാളെ അപേക്ഷിച്ചിട്ട് മൂവിങ് ആയിട്ട് തോന്നും, ഒരാളെ അപേക്ഷിച്ചിട്ട് അത് പിന്നെ സ്റ്റാറ്റിക് ആയിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സി മൂവ്മെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഫ്രം എ നോൺ സെൻറ്റർ വി ഹാവ് എ ഫ്രീ പ്ലേ. This is now we have a free play, not just of all these but of the meanings also. So decentered universe of free play, that is a kind of liberating experience. ഈ ഡീസെൻറ്ററിങ് കൊണ്ട് നമുക്കൊരു ലിബറേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിചാരിക്കുന്നതാണ് ദിസ് ഇസ് സംവാട്ട് പ്രോബ്ലമാറ്റിക്. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇൻറ്റർപ്രറ്റേറ്റീവ് ലെവലിലായാലും റീഡിങ് ലെവലിലായാലും ഒക്കെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരം ഫ്രീഡം നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഡീകൺസ്ട്രക്ഷൻ, പോസ്റ്റ്-സ്ട്രക്ചർസും എല്ലാം. So the death of the author celebrates the demise of the author as an ushering in the era of joyous freedom. അതുകൊണ്ട് തന്നെയാണ് ഡെത്ത് ഓഫ് ദി ഓഥർ എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഈസ് നോട്ട് ദ ഫിസിക്കൽ ഡെത്ത് ഓഫ് ദി ഓഥർ ബട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ആ ഒരു ഓഥർ ഫിക്സഡ് ഇൻറ്റർപ്രിട്ടേഷൻസ്, റീഡിങ്സ്, ഇതിൽ നിന്ന് നമുക്കുള്ള ഒരു തരത്തിൽ വളരെ നല്ല ഒരു ബ്രേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തരം ഫ്രീഡം തന്നെയാണ് ഇതെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ റീസണാണ്. അപ്പോൾ അത് ചിലവരതിന് ഒരു എപ്പോക്കാലിപ്റ്റിക് ടോൺ ഓഫ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ എപ്പോക്കാലിപ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു നെഗറ്റീവ് സൈഡ് എന്നാണ് പറയുക. അപ്പോൾ അതിലെന്താണ് നീഷെ പറഞ്ഞിട്ടുണ്ട് വളരെ പിന്നെ
എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി വൺ ഓഫ് ദി മേജർ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫേഴ്സ്. പറയുന്നത് എന്താണ്? നോ ഗ്യാരണ്ടീഡ് ഫാക്ട്സ്, ഓൺലി ഇൻ്റർപ്രിട്ടേഷൻസ്. ഫാക്റ്റുകളില്ല, വസ്തുതകളില്ല, ഇനി മുതൽ ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നിടത്തും വീണ്ടും ഒരു ഫ്രീഡം ആണ് അവിടെയും ഡിക്ലെയർ ചെയ്യുന്നത്. സോ നോ സ്റ്റാമ്പ് ഓഫ് അതോറിറ്റി അപ്പോൺ ഇറ്റ്, നോ അതോറിറ്റേറ്റീവ് സെൻറ്റർ ടു വിച്ച് ടു അപ്പീൽ ഫോർ വാലിഡേഷൻ ഓഫ് അവർ ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻസിനൊന്നും, ഞാനിപ്പോൾ ഇന്നത് എഴുതിയിട്ടുണ്ട് ഇൻ്റർപ്രിട്ടേഷനായിട്ട്, ഈ പോയം ഞാൻ എടുത്തിട്ട് അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ എഴുതിയിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക് ഇറ്റ് വിത്ത് വൺ ഓഫ് മൈ ബ്രില്യൻറ്റ് ടീച്ചേഴ്സ് ഓർ ബ്രില്യൻറ്റ് ക്ലാസ്മേറ്റ്സ്. അങ്ങനെയൊരു സാധനമില്ല. അവരെഴുതിയത് അവരുടെ ഇൻ്റർപ്രിട്ടേഷനാണ്, നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പം അങ്ങനെ നോ സ്റ്റാമ്പ് ഓഫ് അതോറിറ്റി, no certificate, no qualification, no professional positions can guarantee you that this interpretation is right and your interpretation is wrong. നിങ്ങൾ എഴുതി കൊണ്ടുവരുന്നത് വേറൊരാൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ആർഗ്യുമെൻറ്റ് പോയിൻ്റ് ഉണ്ടെങ്കിൽ, ദാറ്റ് ക്യാൻ ഓൾസോ ബി ടേക്കൺ ആസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ പർട്ടിക്കുലർ റൈറ്റിംഗ് ഓർ ഫിലിം ഓർ റിവ്യൂ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. ഇതാണ് ഇവർ പറയുന്ന ഒരു തരം ഫ്രീഡം ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് വരുന്ന കാര്യം. അതായത് ഗ്യാരണ്ടീഡ് ഫാക്ട്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇൻ്റർപ്രിട്ടേഷൻസ് ആഫ്റ്റർ ഇൻ്റർപ്രിട്ടേഷൻസ്. ഓക്കെ, സോ വിത്ത് ദിസ് പോസ്റ്റ് സ്ട്രക്ചറിസത്തിൻ്റെ ആ മേജർ പാർട്ടുകൾ വന്നു. നെക്സ്റ്റ് നമ്മൾ ഡെറിഡയിലേക്കാണ് പോവുക. ജാക്ക് ഡെറിഡ, വൺ ഓഫ് ദി മേജർ പോസ്റ്റ് സ്ട്രക്ചറിസ്റ്റ് ക്രിറ്റിക്സ്.